അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 36-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നും വളരെ ലളിതമായ ഒരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത്, നീ അവൻ്റെ സുഹൃത്താണോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരാറുണ്ട്. നീ അവൻ്റെ സഹോദരനാണോ, നീ അവൻ്റെ ബ്രദറാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഞാൻ നിൻ്റെ സഹോദരനാണ് എന്നൊക്കെ ഉള്ള വാചകങ്ങൾ പഠിക്കാനായിരുന്നു. ആം ഈസ് ആർ എന്നതിനെ മധ്യത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിനെ ആ ആം ഈസ് ആർ എന്ന സഹായക ക്രിയയെ, ഓക്സിലറിയെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള വിഷയത്തിൽ ഒരു ചോദ്യമായി നമുക്കതിനെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആർ യു ഹിസ് ബ്രദർ, യു ആർ ഹിസ് ബ്രദർ എന്ന് പറഞ്ഞാൽ നീ അവൻ്റെ സഹോദരനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ യു ആർ ഹിസ് ബ്രദർ അതിൻ്റെ ക്രമം ഒന്ന് മാറ്റിയാൽ, ഓർഡർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ആർ എന്ന് നമ്മൾ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആർ യു എന്ന് കിട്ടും. ആർ യു ഹിസ് ബ്രദർ, നീ അവൻ്റെ സഹോദരൻ ആണോ? ആർ യു ഹിസ് വൈഫ്, നീ അവൻ്റെ ഭാര്യയാണോ? ആർ യു ഹിസ് ക്ലാസ്മേറ്റ്, നീ അവൻ്റെ ക്ലാസ്മേറ്റ് ആണോ? ആർ യു ഹിസ് നെയ്ബർ, നീ അവൻ്റെ നെയ്ബർ ആണോ? ആർ യു ഹിസ് ഫാദർ, നീ അവൻ്റെ ഫാദർ ആണോ? ആർ യു ഹിസ് മദർ, നീ അവൻ്റെ മദർ ആണോ, ഉമ്മയാണോ? ആർ യു ഹിസ് സിസ്റ്റർ, നീ അവൻ്റെ സഹോദരിയാണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആർ യു എന്ന് തുടങ്ങിയിട്ട് അതിന് ശേഷം നമുക്ക് എന്താണ് എന്നാണ് ചോദിക്കാനുള്ളത് എങ്കിൽ, എന്താണോ എന്നാണ് ചോദിക്കാനുള്ളത് എങ്കിൽ അത് നമുക്ക് അതിൻ്റെ വേർഡ് നമുക്ക് മൂന്നാമതായി ചേർത്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ആർ യു ഹിസ് ബ്രദർ, ഇനി അവിടെ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതാതിൻ്റെ ചോദ്യമായി നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ നിൻ്റെ ടീച്ചറാണോ? ഞാൻ നിൻ്റെ ടീച്ചർ ആണ് എന്നതിനെ ഐ ആം യുവർ ടീച്ചർ എന്നാണ് പറഞ്ഞിരുന്നത്. ഐ ആം യുവർ ക്ലാസ്മേറ്റ്, ഞാൻ നിൻ്റെ സഹപാഠിയാണ്, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ അതിലെ ഓക്സിലറിയായ ആമിനെ നമ്മൾ ആദ്യം വെച്ചാൽ മാത്രം മതി, അതിൻ്റെ ചോദ്യമായി കിട്ടും. ആം യുവർ ക്ലാസ്മേറ്റ്, ആം ഐ യുവർ ക്ലാസ്മേറ്റ്, ഞാൻ നിൻ്റെ ക്ലാസ്മേറ്റ് ആണോ, സഹപാഠിയാണോ? ആം ഐ യുവർ ടീച്ചർ, ഞാൻ നിൻ്റെ ടീച്ചറാണോ? ആം ഐ യുവർ നെയ്ബർ, ഞാൻ നിൻ്റെ അയൽവാസിയാണോ? ഇങ്ങനെ ആണോ എന്ന് ചോദിക്കാൻ, ഞാൻ ആണോ എന്ന് ചോദിക്കാൻ ആം ഐ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആമിനെ ആദ്യം വെച്ചു, അതിന് ശേഷം ഐ എന്നുള്ള വേർഡും കൊടുത്തു. ഇനി നമുക്ക് എന്താണോ എന്നാണ് ചോദിക്കാനുള്ളത് എങ്കിൽ അതിനുള്ള വേർഡ് മൂന്നാമതായി കൊടുക്കുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റൻസ് നമുക്ക് വളരെ നിഷ്പ്രയാസം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്രകാരം തന്നെ ഇനി അവൾ നിൻ്റെ സഹോദരിയാണോ എങ്ങനെ ചോദിക്കും? ഈസ് ഷീ യുവർ സിസ്റ്റർ, ഈസ് ഷീ യുവർ സിസ്റ്റർ. ഫസ്റ്റ് ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, അതിനുശേഷം ഷീ. ഈസ് ഷീ യുവർ സിസ്റ്റർ, ഈസ് ഷീ അവളാണോ? യുവർ സിസ്റ്റർ നിൻ്റെ സഹോദരിയാണോ? ഈസ് ഷീ യുവർ ബ്രദർ, ഈസ് ഷീ യുവർ നെയ്ബർ, അവൾ നിൻ്റെ അയൽവാസിയാണോ? ഈ രൂപത്തിൽ നമുക്കതിനെ ചോദിക്കാം. ഉദാഹരണം നമ്മൾ എഴുതി, ഈസ് ഷീ ഹിസ് വൈഫ്, അവൾ അവൻ്റെ ഭാര്യയാണോ? ഈസ് ഷീ ഹിസ് വൈഫ്, അവൾ അവൻ്റെ ഭാര്യയാണോ? ഈസ് ഷീ ഹിസ് ഡോക്ടർ, അവൾ അവൻ്റെ ഡോക്ടറാണോ? ഇങ്ങനെ നമുക്ക് ചോദിക്കാൻ കഴിയും. ഈസ് ഷീ ഫസ്റ്റ് അവളാണോ എന്നതിന് ഈസ് ഷീ എന്നാണ്. അതിനുശേഷം നമുക്ക് എന്താണോ എന്നാണ് ചോദിക്കേണ്ടത് എങ്കിൽ അവൻ്റെ ഭാര്യ എന്ന് ചോദിക്കാനാണെങ്കിൽ ഹിസ് വൈഫ് കൊടുക്കുക. അവൻ്റെ നെയ്ബർ എന്നാണെങ്കിൽ ഹിസ് നെയ്ബർ എന്ന് കൊടുക്കാം. അവൻ്റെ ക്ലാസ്മേറ്റ് എന്നാണെങ്കിൽ ഹിസ് ക്ലാസ്മേറ്റ് എന്ന് കൊടുക്കാം. അവളുടെ ക്ലാസ്മേറ്റ് എന്നാണെങ്കിൽ ഹെർ ക്ലാസ്മേറ്റ് എന്ന് കൊടുക്കാം. ഈസ് ഷീ ഹെർ ക്ലാസ്മേറ്റ് എന്ന് ചോദിച്ചാൽ അവൾ അവളുടെ ക്ലാസ്മേറ്റ് ആണോ എന്നുള്ള ഒരർത്ഥം നമുക്ക് കിട്ടുന്നതാണ്. അപ്രകാരം തന്നെ ഈസ് ദിസ് അവർ ബസ്, ഇത് നമ്മുടെ ബസ്സാണോ? ഇത് നമ്മുടെ ബസ്സാണോ? ഈസ് ദിസ് അവർ ബസ്, ദിസ് ഈസ് അവർ ബസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബസ്സാണ് എന്നാണ്. ദിസ് ഈസ് അവർ ഹൗസ്, ഇത് നമ്മുടെ വീടാണ്. ദിസ് ഈസ് അവർ ഓഫീസ്, ഇത് നമ്മുടെ ഓഫീസാണ്. ഇത്തരത്തിലുള്ള കാര്യത്തെ ചോദ്യമാക്കി മാറ്റാൻ അതിൽ ഫസ്റ്റ് ഈസ് എന്ന് ഉപയോഗിച്ച് അതിനുശേഷം ദിസ് എന്ന് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈസ് ദിസ് അവർ ബസ്, ഇത് നമ്മുടെ ബസ്സാണോ? ഈസ് ദിസ് അവർ ഓഫീസ്, ഇത് നമ്മുടെ ഓഫീസാണോ? ഈസ് ദിസ് അവർ സ്കൂൾ, ഇത് നമ്മുടെ സ്കൂളാണോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ചോദിക്കേണ്ടത്. അപ്പോൾ വളരെ നിഷ്പ്രയാസം നമുക്ക് ഒരു കാര്യം ആണോ ആകുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ ഫസ്റ്റ് ആം ഈസ് ആർ എന്നതിലെ ഓക്സിലറി ഏതെങ്കിലും ഒന്ന് ആദ്യം വെക്കുകയും പിന്നീട്
അതിൻ്റെ സബ്ജക്റ്റ് അതിന് ശേഷം എന്താണോ എന്നാണ് ചോദിക്കാനുള്ളെങ്കിൽ അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആശയം നമുക്ക് വളരെ നിഷ്പ്രയാസം പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കറിയാം പിന്നെ ആം എന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഐ എന്നത് വരുമ്പോൾ മാത്രമാണ്. ഐ എന്നതിന് കൂടെയാണ്, അതിൻ്റെ ഒപ്പമാണ് നമുക്ക് ആം എന്ന് ചേർക്കേണ്ടി വരുന്നത്. ആർ എന്ന് ഉപയോഗിക്കേണ്ടത് യു എന്നതിൻ്റെ കൂടെയും മറ്റു ബഹുവചനങ്ങളുടെ കൂടെയുമാണ്. അപ്രകാരം തന്നെ ഐ യു ഒഴികെയുള്ള എല്ലാ ഏകവചനങ്ങളുടെയും കൂടെ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അത് തന്നെ മധ്യത്തിൽ നോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ല എന്നുള്ളതാണ് അർത്ഥം കിട്ടുക. അത് തന്നെ ആദ്യത്തിൽ തുടക്കത്തിൽ നോട്ട് ഇല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ ആണോ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അതാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പാഠം എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ലവണ്ണം ശീലമാക്കുക, എല്ലാവരും നല്ലവണ്ണം പരിശ്രമിക്കുക. ഇതോടെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.